ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചങ്കും കരളും വറുത്തതാണ്. അതായത് കോഴിയുടെ ചങ്കും കരളുമാണ്. അന്നേരം സാധാരണഗതിയിൽ നമ്മൾ ബീഫിൻ്റെ ലിവറൊക്കെയാണ് വെക്കാറുള്ളത്. ഇത് കോഴിയുടെ ലിവറാണ്. അന്നേരം ഒരു 1/2 കിലോളം ഉണ്ട്. അന്നേരം ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാം കൂടി ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്. ഇനി കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ശകലം കായപ്പൊടിയുടെ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല പുരട്ടി വെച്ചിരുന്നത് നമ്മൾ ഫ്രീസറിലൊന്ന് വെച്ചായിരുന്നു ഒരു 1/2 മണിക്കൂറത്തേക്ക്. അന്നേരം എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കുമല്ലോ, അതിന് വേണ്ടി വെച്ചിരുന്നതാണ്. ഒരു ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനിയും വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി ടേസ്റ്റ് കിട്ടും എണ്ണയൊക്കെ വെളിച്ചെണ്ണയിലാകുമ്പോൾ. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കരളും ചങ്കും എല്ലോടെ ആ എണ്ണയിലേക്ക് കോരിയിട്ട് കൊടുക്കാം. ചങ്കും കരളും ഒക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. വെളുത്തുള്ളി ഒരു 10-12 അല്ലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ ഇടുന്നത് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടും കരിഞ്ഞു പോകും ലാസ്റ്റ് ആകുമ്പോഴത്തേന്. അന്നേരം ഒരു പകുതി കൂടുതൽ മൂപ്പായതിന് ശേഷമേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് സവാള അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ഉപ്പ് കരളി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് സവാളയ്ക്കൊക്കെ പാകമായ ഒരു ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കരളപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നിറമൊക്കെ വന്ന് നല്ലതുപോലെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കരൾ വറുത്തത് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കൊരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക്
കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. ഓക്കെ, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും സ്റ്റേ സേഫ്. ബൈ.